പേരും അഡ്രസ്സോടെ എഴുതി വെച്ച് ഇവർ വീട്ടിൽ ഇറങ്ങണതിന് മുന്നേ വല്ല പാർട്ടിന്ന് പുറത്താക്കുക. സഖാവിന്റെ വീട് കാണാൻ പോയവന് പാർട്ടിന്ന് പുറത്താ. 75 ലക്ഷം രൂപന്റെ വീട്ടിൽ കിടന്നിറങ്ങുന്ന കള്ളന പാർട്ടിന്റെ അകത്താ. അതാണ് ഈ പാർട്ടിന്റെ അവസ്ഥ. സഖാക്കളെ ഞാൻ അവസാനിപ്പിക്കാം. AKG കൊടി പിടിച്ചിട്ടുണ്ട്. ഈ കൊടി പിടിച്ച് AKG മരിച്ചു പോകുമ്പോൾ അയാളുടെ കൈകൾ സംശുദ്ധമായിരുന്നു. കൃഷ്ണപിള്ള എങ്ങനെയാ മരിക്കുന്നത് അറിയാം നിങ്ങൾ? ആർഭാടപൂരിതമായ വീട്ടിലല്ല, പാമ്പ് കടിയേറ്റിട്ട് ആ വിഷമിറക്കാൻ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് പാമ്പ് കടിയേറ്റ് വർത്തമാനം പറയാൻ കഴിയാതെ വന്നപ്പോ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് അയാൾ എഴുതി വെച്ചു, ലാൽ സലാം സഖാക്കളെ മുന്നോട്ട്. അങ്ങനെ മരിച്ചുപോയ കൃഷ്ണപിള്ള മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈകൾ സംശുദ്ധമായിരുന്നു. സഖാവ് അടീക്കോടൻ രാഘവൻ തൃശൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ മുറ്റത്ത് വെട്ടേറ്റ് പുടഞ്ഞു വീണ് ചോരയിൽ കുതിർന്ന് മരിക്കുമ്പോൾ അയാളുടെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു ഈ ചെങ്കൊടി. അയാളുടെ കൈകൾ സംശുദ്ധമായിരുന്നു. ഏളംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൈകൾ സംശുദ്ധമായിരുന്നു. സഖാവ് നായന ഇത്രയേറെ കേരളം ഇത്രയേറെ ആദരിച്ച് ബഹുമാനിച്ച ഒരാളെയും ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ആ നായനാരുടെ കൈകൾ സംശുദ്ധമായിരുന്നു. ഒടുക്കം മരിച്ചുപോയ ചടയൻ ഗോവിന്ദന്റെ കൈകൾ സംശുദ്ധമായിരുന്നു. എങ്ങനെയാണ് പിണറായിയുടെ കൈകൾ സംശുദ്ധമാണെന്ന് പറയാൻ നല്ല സഖാക്കളെ നിങ്ങൾക്ക് കഴിയോ? ചങ്കുറപ്പുള്ള സഖാക്കളെ കഴിയോ? അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളൊന്നും ബോധ്യപ്പെടുത്തേണ്ട. പിണറായി കട്ടിട്ടില്ല എന്നുള്ളത് മിനിമം അച്യുതാനന്ദനെന്ന് ബോധ്യപ്പെടുത്തിക്കൂടെ? നിങ്ങൾക്ക് അച്യുതാനന്ദനെ ബോധ്യപ്പെടുത്തിക്കൂടെ? നിങ്ങൾ രാഷ്ട്രീയമായി നേരിടും ആരെ? ഞങ്ങളെ നിങ്ങളോട് തെരുവിൽ ഏറ്റുമുട്ടാൻ വരില്ല. ആരാ വരുന്നത്? സഖാക്കളെ ഒരു പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സഖാക്കന്മാർ ചെരുപ്പേറിയ ഇങ്ങനെ ഒരു ചരിത്രം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പാർട്ടി ലീഗാരല്ലോ, പാർട്ടി സെക്രട്ടറിയുടെ വലിയ ഫ്ലക്സ് ബോർഡിൽ നിന്ന് തല മാത്രം വാരി വെട്ടിക്കൊണ്ടുക. ആരും ലീഗാരല്ല, ഇതും സഖാക്കന്മാര് വെട്ടുക. എന്നിട്ട് പാർട്ടി സെക്രട്ടറിയുടെ വളിഞ്ഞ മോന്തമേൽ ചാണം തളിക്കുക. ഞങ്ങളല്ല ഇതൊക്കെ ചെയ്യുന്നത്. എവിടെയാ അത് ചെയ്യുന്നത്? മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലല്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലല്ല. മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും കടന്നാൽ കാലുവെട്ടുന്ന പാർട്ടി ഗ്രാമങ്ങൾ. കണ്ണൂരിൽ അങ്ങനെ ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ പാർട്ടി ഗ്രാമങ്ങളിലെ സഖാക്കന്മാരല്ലാത്ത ഒരാളെ തിരിയിട്ട കാണില്ല. അവിടെയാണ് സഖാവ് പിണറായിന്റെ തല വെട്ടാൻ നല്ല സഖാക്കന്മാർ, ചെങ്കൊടി പിടിച്ച സഖാക്കന്മാർ. ആ സഖാക്കന്മാരുടെ കൂടെയാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഡിവൈഎഫ്കാരൻ നീയൊക്കെ നിൽക്കേണ്ടത്. അല്ലാതെ ഈ കള്ളന് കഞ്ഞി വെക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഈ കാട്ടുകള്ളൻ ഇയാൾ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട. ഇന്ന് പിണറായിന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടോ? എന്താണ് സലാംക്ക ദേഷ്യം പിടിച്ചിട്ട് വയ്യ? എന്തോ ഒരു ദേഷ്യ. മാധ്യമ പത്രക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു. ഉടനെ തന്നെ ഇയാളുടെ മറുപടി, ഏതാ പത്രം? മാധ്യമം. ജമാഅത്ത് ഇസ്ലാമിന്റെ പത്രമല്ലേ? ഇനി എന്റെ പണിയെടുത്തോ. ഇയാൾ എന്തോ ഒരു ചൂടാവ. ഇനി ജമാഅത്ത് ഇസ്ലാമിയല്ലേ? ഇനി നിന്റെ പണിയെടുത്തോ. ജമാഅത്തുകാർക്കൊക്കെ കണക്കിന് കിട്ടിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കണക്കില്ല. പ്രിയപ്പെട്ടവരെ അറിയാ, ഈ മാസം ഇറങ്ങിയ സെൻസിംഗ് മാസിക ഫെബ്രുവരിയിലക്കം ഒന്ന് വായിക്കണം. നമ്മളൊക്കെ ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല, ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല. ലീഗിനെ കല്ലെടുത്തറിയവനെ പോലും ഈ പതാകയ്ക്ക് കീഴിൽ നിർത്താൻ പാണക്കാട് തങ്ങളും കൂട്ടരും തയ്യാറാ. ഞങ്ങൾ എപ്പോഴും പറയാതാ, നിങ്ങൾ ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞോളൂ, പക്ഷേ നിങ്ങൾക്കും തണലായിട്ട് ഈ ഹരിത പതാക ഉണ്ടാകും, നിങ്ങൾക്കും തണലായിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ പതാകയെ ഉണ്ടാകൂ എന്ന് അവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഈ 3 കൊല്ലത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് പാറന്നൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ ലേഖനമുണ്ട്. സുന്നികളുടെ വോട്ട് ആർക്ക് എന്ന് ചോദിച്ച ലേഖനം ഫെബ്രുവരി മാസത്തെ സെൻസിംഗ് പുറത്തിറങ്ങി കഴിഞ്ഞു. എന്താ കാര്യം അറിയോ? എന്താ കാര്യം? കഴിഞ്ഞ ഹജ്ജിന് തൊട്ട് മുൻപത്തെ ഹജ്ജ് മറക്കാൻ പറ്റൂല. ആ ഹജ്ജിനാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലത്തിലെ വിളക്കോട്ടൂരിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോവുക. എവിടേക്കാ പോണത്? പരിശുദ്ധ മക്കയിലേക്കാ. ആരാ പോകുന്നത്? സഖാവ് CP മെഹമൂദും കുടുംബവുമാ. ആരാ സഖാവ് മെഹമൂദ്? നല്ല സഖാവ് മാത്രല്ല, നല്ല സുന്നിക്കാരനുമാ. എവിടേക്കാ പോകുന്നത്? രാത്രി 9 മണിക്ക് ദീർഘനേരത്തെ പ്രാർത്ഥനയാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. പടച്ചതമ്പുരാനെ നിന്റെ വിളിക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇതാ പരിശുദ്ധ മക്കയിലേക്ക് പോരുകയാ. കെട്ടിപ്പിടിച്ചു, മുത്തം വെച്ചു, കരഞ്ഞിറങ്ങിയ. ഇറങ്ങാൻ നേരത്തെ മെഹമൂദിന് ഓർമ്മ വന്നത് 2 ദിവസം മുൻപ് കടവത്തൂരിൽ മുസ്ലിം ലീഗും CPM-ഉം ചെറിയ തല്ലുംപിടി ഉണ്ടായിട്ടുണ്ട്. യാത്രയിൽ വല്ല തടസ്സമുണ്ടെന്ന് അറിയാൻ മെഹമൂദ് ഫോൺ എടുക്കുക. ആരെയാ വിളിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയല്ല. ഹജ്ജിന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും സഖാവ് മെഹമൂദിന് വിശ്വാസം കമ്മ്യൂണിസ്റ്റുകാരെയാ. പൊയിലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് രാഘവൻ മാസ്റ്ററെ മാഷ വിളിച്ചു ചോദിച്ചു. മാഷ് പറഞ്ഞു, മെഹമൂദെ കുഴപ്പമില്ല, കടവത്തൂർ ഭാഗത്ത് കൂടെ പോയിക്കോ. ഇത് കേട്ട് ആഹ്ലാദചിത്തനായ മെഹമൂദ് തന്റെ ബാപ്പയെയും കൂട്ടരെയും ഒക്കെ വാഹനങ്ങളിലാക്കി. 7 വാഹനങ്ങളിലാ യാത്ര. മുന്നിലെ വാഹനം ടൊയോട്ട ഇന്നോവ. കൃത്യം 9:20 പെരിങ്ങളം പഞ്ചായത്തിനെയും തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിനെയും വേർപിരിക്കുന്ന എലിത്തോട് പാലത്തിലെത്തി ഈ സംഘം. ഈ സംഘത്തെ ഒരു സംഘം ആളുകൾ തടയുന്നു. മെഹമൂദ് ഗ്ലാസ് താഴ്ത്തി നോക്കി. ആരാണ് തടയുന്നത് എന്ന്
എന്നറിയാൻ മെഹമൂദ് അത്ഭുതപ്പെട്ടു പോയി. മെഹമൂദിനോട് ഈ ഭാഗത്ത് കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ രാഘവൻ മാസ്റ്റർ തടയാൻ മുന്നിൽ നിൽക്കുന്നു. മെഹമൂദ് ചോദിച്ചു, മാഷെ നിങ്ങളല്ലേ എന്നോട് പോകാൻ പറഞ്ഞത് ഇതിലൂടെ? മാഷക്ക് മുണ്ടാട്ടില്ല. മെഹമൂദ് നോക്കിയപ്പോ മറ്റൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരാ? സഖാബ് CS ബാബു. ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ രണ്ടാളി 50ഓളം വരുന്ന ഗുണ്ടകളായ സഖാക്കന്മാർ. മെഹമൂദ് ആവത് പറഞ്ഞു നോക്കി, കേട്ടില്ല. അപ്പോഴാണ് മെഹമൂദിന്റെ വന്ധ്യവയോധികനായ ബാപ്പ 75 വയസ്സുള്ള കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. സഖാക്കളോട് പറഞ്ഞു, സഖാക്കളെ നിങ്ങൾക്ക് ആളുകളെ തെറ്റിപ്പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈക്ക സുന്നിയല്ല ഞങ്ങള്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലീഗ് സുന്നിയുമല്ല. ഞങ്ങൾ ആരാണെന്നറിയോ? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾ ചൊല്ലാത്ത സ്വലാത്തുകളുണ്ടോ? ഞങ്ങൾ പാടാത്ത ദിക്റുകളുണ്ടോ? ഞങ്ങൾ പോകാത്ത മക്ബറകളുണ്ടോ? മമ്പറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചത്, പടച്ച തമ്പുരാനെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള പിണക്കം നീ ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ഷെയ്ഖുസ്സമാൻ AP ഉസ്താദിന്റെ ആളുകളാണ് ഞങ്ങൾ. വെറുതെ വിട്ടൂടെ? പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. ഈ ഉസ്താദ് ഷെയ്ഖുന ഇതൊക്കെ വിൽക്കും മലപ്പുറത്താ. കണ്ണൂരിൽ നേരെ ചെന്ന മാപ്പിളാണ് നിസ്കരിക്കാൻ പോലും സമ്മതിക്കില്ല. പിന്നല്ല ഉസ്താദ്, പിന്നല്ല ഷെയ്ഖുന. ഇവര് കരുതി ഇത് മുന്തിയ സാധനങ്ങളാണെന്ന് കരുതി അടി കൂടുതൽ കൊടുത്തു. കരിപ്പൂരിലേക്ക് പോകേണ്ട ഹാജിമാരുടെ സംഘം ആശുപത്രിയിലേക്ക് പോയി. ഏതാ കേരളം? 1956 നവംബർ 1 കേരളമുണ്ടായി. പലരും കേരളം ഭരിച്ചു, പല പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചു. കേരളത്തിന്റെ തെരുവീതിയിൽ RSSകാരൻ പോലും ഹാജിമാരെ തടയാൻ ധൈര്യം കാട്ടിയിട്ടില്ല. ആ കേരളത്തിന്റെ മണ്ണില നമ്മൾ സ്വലാത്ത് ചൊല്ലി, നമ്മൾ ദിക്റ് പാടി അധികാരത്തിലെത്തിയ ഗവൺമെന്റ് നാട് ഭരിക്കുമ്പോ ആ പാർട്ടിക്ക് മൃഗീയ സ്വാധീനമുള്ള കണ്ണൂരിന്റെ മണ്ണിലാണ് ആരാണോ ഇവർക്ക് അനുകൂലമായി നിന്നത്, ആ അനുകൂലമായ ആളുകളെ തന്നെ താൻ കേണപേക്ഷിച്ചിട്ട് പോലും വെറുതെ വിടാതെ തടഞ്ഞു നിർത്തിയത്. പിന്നെ പ്രതികരിക്കാതിരിക്കോ? കഴിഞ്ഞ ജനുവരി, ഈ ജനുവരി അല്ല, 2008 ജനുവരി മാസം 29-ാം തീയതി സിറാജ് പത്രം വായിച്ചു ഞാൻ ഞെട്ടിപ്പോയി. എന്താ സംഗതി? 2008 ജനുവരി 28-ാം തീയതി കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ ഒരു പരിപാടിയാണ്. എന്താ പരിപാടി? SSFന്റെ ഓഫീസ് ഉദ്ഘാടനം. ആരാ ഓഫീസ് ഉദ്ഘാടകൻ? മുഹമ്മദ് സഖാഫി പൂക്കോം. ആരാണ് മുഹമ്മദ് സഖാഫി പൂക്കോം? കണ്ണൂർ ജില്ലാ SSFന്റെ മുൻ പ്രസിഡന്റാണ്. ഇദ്ദേഹത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുപോലെ വേദിയിൽ പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയപ്പോ 4-5 സഖാക്കൾ സ്റ്റേജിലേക്ക് വന്നു. സഖാഫിയോട് തലയിലെ തൊപ്പിയൂരാൻ പറഞ്ഞു. സഖാഫി പറഞ്ഞു, ഇത് ഉസ്താദിന്റെ ആളുകളുടെ പരിപാടിയല്ലേ, എന്തിനാ തൊപ്പിയൂരുന്നത്? ഉടനെ ഒരൊറ്റ അടിയാ. സഖാഫി കരണം കുത്തി മറിഞ്ഞ് 4 മറിച്ചില്ല എണീറ്റ് നിന്നാ. എന്നിട്ടോ നാസറാജി ആ യോഗത്തിന്റെ അധ്യക്ഷനാ. എഴുതി വെച്ചോ, നാസറാജി പാപ്പിനിശ്ശേരി പഞ്ചായത്ത് SYSന്റെ ജനറൽ സെക്രട്ടറിയാ. നാസറാജി തടയാൻ ചെന്നു. നാസറാജിയോട് സഖാക്കൾ പറഞ്ഞു ഈ തൊപ്പി ഊരി വെക്കാൻ. നാസറാജി കൂട്ടാക്കിയില്ല, നാസറാജിയെയും അടിച്ചു. ഈ വാർത്തയാണ് ജനുവരി 29-ാം തീയതി ചൊവ്വാഴ്ച സിറാജ് പത്രത്തിൽ വന്നത്. അടി കിട്ടി മേലി. പിന്നെ ഹിറാ സെന്ററിലേക്ക് റെയ്ഡിന് പോയത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്തല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ വല്ലാത്ത ആവേശമായിരുന്നു. ഞങ്ങള് 2-3 സ്കൂളിന് അംഗീകാരം തരാത്തതിന്റെ പേര് ഞങ്ങളോട് പിണങ്ങിപ്പോയവരോട് ചോദിക്കട്ടെ, കൊല്ലം 3 ആയല്ലോ, ആ സ്കൂളിന് അംഗീകാരം കിട്ടിയോ? ഞങ്ങൾ തന്നിട്ടില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ച് മാറി നിന്ന സ്കൂളിന് അംഗീകാരം കിട്ടിയോ? കിട്ടില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആകെ കൊടുത്തത് 16 സ്കൂളുകൾക്കാണ് അംഗീകാരം. 16 സ്കൂളുകൾക്ക് NOC കൊടുത്തത്. അതിനെങ്ങനെ കൊടുത്തത്? ആ 16 സ്കൂളുകൾക്ക് NOC കൊടുത്തത് ആരെങ്കിലും കോടതിയിൽ പോയാൽ തള്ളിപ്പോകുന്ന വിധത്തിലാണ്. ഒരാൾ കോടതിയിൽ പോയി 16 സ്കൂളിന്റെ അംഗീകാരവും തള്ളി. ഞാൻ ചോദിക്കട്ടെ, മാന്യമായിട്ടും ഈ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഈ 16 സ്കൂളുകൾക്ക് അംഗീകാരം കിട്ടാൻ സുപ്രീം കോടതി പോണ്ടേ? പോയോ? ബേബിയുടെ ഗവൺമെന്റ് പോയിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടിയും മന്ത്രിസഭയും തീരുമാനിച്ചു ഇനി അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണ്ട. ഇപ്പൊ ആ മാനേജ്മെന്റുകൾ ഒറ്റക്ക് പോവുക. ഞങ്ങളെ കല്ലെടുത്തെറിയാൻ നിങ്ങൾ കാണിച്ചു. ആകെ കിട്ടിയത് വഖഫ് ബോർഡ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം. ആ ചെയർമാൻ സ്ഥാനം പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ഒരു വേള ബഹുമാനിയായ അബ്ദുൽ ഹമീദ് സാഹിബിന് രാജിവെക്കേണ്ടി വന്നു, രാജ്യഭീഷണി മുടക്കേണ്ടി വന്നു. ഒടുക്കം ഇയാളെ പോലും നോക്കുകുത്തിയാക്കിയിട്ട് ഈ കമ്മിറ്റിയിൽ അംഗം പോലും അല്ലാത്ത പാലോളി മുഹമ്മദ് കുട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി വാരിക്കോരിയെടുത്ത പൈസ, ഹാജിമാരുടെ പൈസ എത്രയാണ് ഇദ്ദേഹം TA ഇനത്തിൽ തട്ടിയെടുത്തത്? പത്രത്തിൽ 2 ദിവസം മുൻപ് വന്നു. അങ്ങനെ തന്ന അധികാരം പോലും പ്രയോഗിക്കാൻ സാധ്യമല്ലാത്ത വിധം ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ മിത്രമാണ് എന്ന് ആരും കരുതണ്ട. കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിങ്ങളെ സ്നേഹിച്ച ഒരു ചരിത്രം ലോകത്തില്ല. പിന്നെ കേരളം ലോകത്തെവിടെയും ഇവർ നമ്മളെ ചതിച്ചിട്ടില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പോലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബോർഡിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ല. KV അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന MLA ബഹുമാനായ ഹുസൈൻ മടവൂരിനേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അലി അബ്ദുള്ള മൗലവിയേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല.
പിന്നെ അബ്ദുറഹിമാൻ പെരിങ്ങാടി എന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവിനേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഈവൻ PDPയുടെ കെ ഹസനേക്കാൾ മുന്തിയവനാണ് അബ്ദുൽ ഖാദർ എന്ന അഭിപ്രായം ലീഗിനില്ല. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഞങ്ങൾ ഒരു നേതാവിനെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു സംഘടനയെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ഈ സംഘടനക്കാരോട്, മുസ്ലിം ലീഗിന് വേദനയെങ്കിലും പറഞ്ഞൂടെ? ഇത് ചെയ്തു പോയത് തെറ്റാണെന്ന് ലീഗ് പറയുമ്പോൾ നിങ്ങൾ ലീഗിനോട് ദേഷ്യം പിടിക്കരുത്. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇസ്ലാമിന്റെ വഖഫ് സ്വത്തുക്കൾ ഞങ്ങളുടെ പൂർവ്വപിതാമഹന്മാർ അവർ അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവരുടെ ഭൂമി വിട്ടുകൊടുത്തത്, അവരുടെ സമ്പത്ത് ചെലവഴിച്ചത്. എന്തിനാ? അള്ളാഹുവിന്റെ ലോകത്ത് സ്വർഗം കിട്ടാൻ. ആ സ്വത്തുക്കൾ ആരാണ് കുട്ടനെ കൈകാര്യം ചെയ്യേണ്ടത്? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ. ആരെങ്കിലും കാണാൻ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോയാൽ പോരാ, പടച്ച തമ്പുരാനിൽ വിശ്വാസമുള്ളവനായിരിക്കണം. നിങ്ങൾ വിശ്വാസിയാണോ? പത്രക്കാരുടെ ചോദ്യം. ഞാൻ നിഷേധിയല്ല. മറുപടി, നിങ്ങൾ വിശ്വാസിയാണോ? വീണ്ടും ചോദ്യം. ഞാൻ മതനിഷേധിയല്ല. വീണ്ടും ചോദ്യം, നിങ്ങൾ വിശ്വാസിയാണോ? അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം